കോഴിക്കോട് മുക്കം കുമാരനെല്ലൂർ ആനയാംകുന്ന് ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ മോഷണം പോയ സ്വർണ്ണാഭരണങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് പരാതി. ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കേണ്ടിയിരുന്ന സ്വർണം യാതൊരു സുരക്ഷയുമില്ലാതെ മാനേജർ അമ്പലത്തിൽ സൂക്ഷിച്ചതാണ് മോഷണത്തിന് കാരണം എന്നാണ് ഉയരുന്ന ആരോപണം. 2018 മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആനയാംകുന്ന് ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോകുന്നത്. 3.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് അന്ന് മോഷണം പോയത്. ക്ഷേത്ര ഭരണാധികാരികൾ മുക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മോഷണം പോയ സ്വർണം തിരികെ ലഭിച്ചില്ല. അമ്പലത്തിന് സ്വന്തമായി മുക്കം കോഓപ്പറേറ്റീവ് ബാങ്കിൽ ലോക്കർ ഉണ്ടെന്നിരിക്കെ അടച്ചുറപ്പില്ലാത്ത അമ്പലത്തിന്റെ ഓഫീസ് റൂമിലായിരുന്നു ഭഗവാന്റെ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. അന്നത്തെ മാനേജറായ ബാബുരാജും സുരേന്ദ്രനും കൂടി സ്വർണ്ണാഭരണങ്ങൾ ലോക്കറിൽ വെക്കാതിരുന്നതാണ് സ്വർണം നഷ്ടമാകാൻ കാരണമായതെന്നാണ് പരാതി. മുക്കം കോഓപ്പറേറ്റീവ് ബാങ്കിലെ ലോക്കറിലായിരുന്നു സാധനം ഉണ്ടായിരുന്നത്. അത് 2018 ഉത്സവം കഴിഞ്ഞിട്ട് പോലും തിരിച്ചു വെച്ചിട്ടില്ല. അത് ശരിക്കും മാനേജർമാർക്ക് രണ്ടാൾക്കും അറിയായിരുന്നു. 2017 സുരേന്ദ്രനും 2018 ബാബു ഇരുന്നുണ്ടായിരുന്നു. ബാങ്കിന്റെ ലോക്കറിൽ നമ്മൾ ആനയാത്തപ്പനുള്ള ലോക്കറുണ്ട്. ആ ലോക്കറിൽ അവർ തിരിച്ചേൽപ്പിക്കണം. പക്ഷേ അവർ 1.5 വർഷമായിട്ട് അവിടെ അത് വെച്ചിരുന്നതാണ്. ഏകദേശം 3.5-4 പവനോളം സ്വർണം പോയിട്ടുണ്ട്. അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലേക്കാണല്ലോ എത്തിയത്. അന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. പോലീസുകാർ വന്ന് എൻക്വയറി ഒക്കെ നടത്തി. അതിനെപ്പറ്റി യാതൊരു ഇതും ഉണ്ടായിട്ടില്ല. പിന്നെ ദേവസ്വം ബോർഡിൽ നമ്മൾ പരാതി. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള മോഷണവും തിരുമറിയും നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണത്തെക്കുറിച്ച് വീണ്ടും അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഭക്തജനങ്ങൾക്കിടയിൽ നിന്ന് ഉയരുന്നത്. ജനം, കോഴിക്കോട്. അനഘ ഹർഷൻ ചേരുന്നു ഈ വാർത്തയുടെ വിവരങ്ങളുമായി. അനഘ, ഒരു ഭാഗത്ത് പരസ്യമായ സ്വർണ്ണക്കൊള്ള, മറുഭാഗത്ത് കളവിന് വേണ്ടിയുള്ള എല്ലാ ഒത്താശയും ചെയ്യുന്ന ചില ക്ഷേത്രം ജീവനക്കാർ അല്ലെങ്കിൽ ക്ഷേത്രം ഭരണസമിതി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് മുക്കം കുമാരനെല്ലൂർ ആനയാംകുന്ന് ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അവസ്ഥയും അതുതന്നെയല്ലേ? അതായത് കൃത്യമായി സ്വർണ്ണാഭരണങ്ങളെല്ലാം ലോക്കറിൽ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ട് പോലും അവിടുത്തെ മാനേജർ അത് ക്ഷേത്രത്തിനുള്ളിലാണ് സൂക്ഷിക്കുന്നത്. മോഷണം പോകുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ മോഷണം മുതൽ തിരികെ കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളും ഊർജിതമായി നടക്കുന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രോഹിണി, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും ദിവസേന ഇത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ദേവസ്വം ബോർഡ് നിയമിച്ചിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ തന്നെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. മറ്റിടങ്ങളിലാണെങ്കിൽ മാനേജറാണ് പ്രതിസ്ഥാനത്തുള്ളത്. അങ്ങനെയാണ് ഈ ആനയാംകുന്ന് ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രം. ഇത് മുക്കത്തുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ 2018 ഈ ക്ഷേത്രത്തിലെ 3-4 പവനോളം ഭക്തർ ഭഗവാന് കാണിക്കയായി സമർപ്പിച്ച ഈ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടമാകുന്നു. ഈ നഷ്ടമായ ഉടൻ തന്നെ ഭക്തർ തന്നെ ഇടപെട്ടിട്ടാണ് ഇത് അന്ന് പോലീസിൽ പരാതി നൽകുന്നു. പോലീസ് അന്വേഷണം നടത്തുന്നു. പക്ഷേ ഈ നഷ്ടമായ ഈ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കണ്ടെത്താൻ സാധിക്കാതെ വരികയും ഒക്കെ തന്നെ ചെയ്യുന്നു. പക്ഷേ അന്ന് തന്നെ ഭക്തർക്കിടയിൽ നിന്ന് ഉയർന്ന ഒരു കാര്യമാണ്. അതായത് ഇത് കൃത്യമായി തന്നെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാനായി ബാങ്ക് ലോക്കർ ഉണ്ട്. ബാങ്ക് ലോക്കറിലാണ് ഇത്തരം ഈ സ്വർണ്ണാഭരണങ്ങൾ അടക്കം സൂക്ഷിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ അന്നുണ്ടായിരുന്ന ഈ 2018 കാലയളവിൽ ഉണ്ടായിരുന്ന ഈ ഈ അമ്പലത്തിലെ മാനേജർ ഇവർ ഈ ഉത്സവത്തിന് ശേഷം ഈ സ്വർണ്ണാഭരണങ്ങൾ അമ്പലത്തിലാണ് സൂക്ഷിച്ചത് എന്നാണ് പറയുന്നത്. അതായത് അമ്പലത്തിൽ യാതൊരുവിധ സുരക്ഷയും ഇല്ലാതെ ഒരു ഓഫീസ് മുറിയിൽ ഒരു ഷെൽഫിൽ മാത്രമാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചത് എന്നാണ്. ഇത്തരത്തിൽ ഈ ലോക്കറിലാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് സൂക്ഷിച്ചിട്ടുണ്ടാവുക എന്നാണ് ഭക്തരടക്കം ആ സമയം കരുതിയിരുന്നത്. പക്ഷെ പിന്നീട് ഈ സ്വർണം കളവ് പോയ സമയത്താണ് ഇത് അമ്പലത്തിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഭക്തർക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷേ ആ കളവ് പോയിട്ടുള്ള ഈ 3-4 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ അത് തിരികെ ലഭിച്ചിട്ടില്ല. ഇതിന് ഉത്തരവാദിത്തം ആര് ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഈ മാനേജർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നാണ് ഭക്തർ പറയുന്നത്. കാരണം ഇത്തരത്തിൽ അന്ന് ഈ ക്ഷേത്രത്തിൽ അലക്ഷ്യമായി യാതൊരുവിധ
ഒരു അടച്ചുറപ്പുമില്ലാത്ത ഒരു ഓഫീസ് മുറിയിൽ ഇത്തരം സ്വർണ്ണാഭരണങ്ങൾ സൂക്ഷിച്ചു. അത് മാനേജർ ചെയ്ത തെറ്റ്. അങ്ങനെയുള്ളത് കൊണ്ട് മാത്രമാണ് സ്വർണം നഷ്ടമായത്. മറ്റൊന്ന്, ഇത്തരത്തിൽ ഈ സ്വർണം നഷ്ടമായതിന് പിന്നിൽ ആരാണ് എന്നതടക്കമുള്ള ഈ ഓഫീസ് മുറിയിൽ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് മാനേജർക്ക് മാത്രമാണ് അറിയാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ഈ മോഷണത്തിന് പിന്നിൽ ആര് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഭക്തർക്കിടയിൽ നിന്ന് അന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഉയർന്നതാണ്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ചങ്ങലയായി ഓരോ അമ്പലത്തിലും നടക്കുന്ന ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള തിരുമറി പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഈ കാര്യവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് അന്ന് ഭഗവാന്റെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഭക്തർ കാണിക്കയായി സമർപ്പിച്ചിരിക്കുന്ന ഈ സ്വർണ്ണാഭരണങ്ങൾ അത് തിരികെ കിട്ടണം എന്ന് തന്നെയാണ് ഭക്തർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് ശക്തമായി പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും പരാതിയുമായി പോകാൻ തന്നെയാണ് ഈ ആനയാംകുന്ന് പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭക്തരുടെ നിലപാട്. കൃത്യമായി ഈ സ്വർണ്ണ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മാനേജറെ കൂടി പ്രതി ചേർത്തുകൊണ്ട് അന്വേഷണം നടത്തണം എന്ന് കൂടിയുള്ള ഒരു ആവശ്യം ഉയരുന്നുണ്ട് എന്നതാണ്. എന്തായാലും ഈ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ദിവസേന വരുന്ന വാർത്ത സ്വർണ്ണ മോഷണത്തിന്റെയും സ്വർണ്ണ തിരുമറിയുടെയും ഒക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ഈ സംഭവം ഒക്കെ ബന്ധപ്പെട്ട് ഭക്തർ അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ളതാണ്. ശക്തമായി തന്നെ പരാതിയുമായി മുന്നോട്ട് പോകാൻ, പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഭക്തരുടെ നീക്കം. രോഹിണി, അതെ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള സ്വർണ്ണ മോഷണവും തിരിമറികളും ഒക്കെ തന്നെയാണ് പല ക്ഷേത്രങ്ങളിലും നടക്കുന്നത്. ഭക്തർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല, ജനം TV ഒരു പരമ്പരയായി തന്നെ ഇത്തരം സത്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ട് കൂടെ തന്നെയുണ്ട് എന്നും പറയുകയാണ്, ഓർമ്മപ്പെടുത്തലും നൽകുകയാണ്.